അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്രത്തിൻ്റെ പരമ്പര പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചതല്ല, ആഗ്രഹിച്ചതല്ല. പിന്നെ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാൻ കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ യൂട്യൂബിലൊരു വീഡിയോ കണ്ടു. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ ആ വിതുമ്പലുമായി ബന്ധപ്പെട്ട് ഹമീദ് ഫൈസി അമ്പലക്കടവും മുസ്തഫ മുണ്ടുപാറയും സോഷ്യൽ മീഡിയയിലിട്ട ആ കുറിപ്പിന് എതിരായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു കണ്ടത്. അപ്പോൾ ഒരു വിഭാഗം ആളുകൾക്ക് 1989 പിളർപ്പിന് പിന്നിൽ ചില ബാഹ്യശക്തികൾ കളിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിക്കുകയും, എന്നാൽ മറ്റു ചിലർ ഇപ്പോഴും പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുത്തിപ്പൊക്കി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു ബാഹ്യശക്തിയുമില്ല, അത് തികച്ചും കാന്തപുരം ഉസ്താദും കൂട്ടരുമാണെന്നുള്ളത് ബോധ്യപ്പെടുത്താൻ കഴിയും എന്ന തരത്തിലാണ് ഇവർ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ പഴയ കാലത്തെ പോലെ തന്നെ നമ്മൾ സ്നേഹിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ നേതൃത്വം, നമ്മുടെ പണ്ഡിതന്മാർ, മൺമറഞ്ഞു പോയ മഹാന്മാരൊക്കെ കുറ്റം പറയുകയും അവർ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് വീണ്ടും ഇപ്പോൾ വന്ന് ആവർത്തിക്കുകയും ചെയ്യുമ്പോൾ പുതിയ കാലത്തെ കുട്ടികളൊക്കെ ചിലപ്പോൾ ഇവരുടെ കളവുകൾ കേട്ട് അത് വിശ്വസിച്ച് നടക്കുന്ന ആളുകളായിരിക്കും. അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് തുറന്നു പറയാൻ അറിയുന്ന ആളുകൾ ബാധ്യസ്ഥരാണല്ലോ. കഴിഞ്ഞ സമസ്തയുടെ സ്ഥാപക ദിനത്തിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ പ്രസംഗത്തിനിടയിൽ പഴയ ഓർമ്മകൾ പങ്കുവെക്കുന്നതിനിടെ അറിയാതെ വിതുമ്പ് പോവുകയും അത് വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ കിട്ടുകയും സോഷ്യൽ മീഡിയയിലും മറ്റും വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തപ്പോൾ ഒരു വിഭാഗം ആളുകൾ പരസ്യമായിട്ട് പറഞ്ഞു, കാന്തപുരം ഉസ്താദിൻ്റെ ഈ വെളിപ്പെടുത്തൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് സമസ്തയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുമായി അതിന് ഏറെ ബന്ധമുണ്ട്, അതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതും പഠിക്കേണ്ടതുമാണെന്ന് അവർ പറഞ്ഞപ്പോൾ അതിനോട് വിയോജിപ്പുള്ള മറ്റൊരു കൂട്ടർ വന്നുകൊണ്ട് പറയാണ്, അതൊരിക്കലും ശരിയല്ല, അതിലൊരു ബാഹ്യശക്തിയും ഇടപെട്ടിട്ടില്ല, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് എന്നൊരു ശക്തി അതിൽ പ്രവർത്തിച്ചിട്ടില്ല, അത് മുഷാവറിൽ നിന്നും ഇറങ്ങിപ്പോന്നവരുടെ കുറ്റം തന്നെയാണെന്ന് അവർ പറയുകയാണ്. അല്ലെങ്കിൽ പിന്നെ കണ്ണിയത്ത് ഉസ്താദിനും ഷംസുൽ ഉലമക്കൊക്കെ തെറ്റുപറ്റിയെന്നോ ബാഹ്യശക്തികളുടെ ഇടപെടലിൽ അവർ വിധേയപ്പെട്ടു എന്നൊക്കെ സമ്മതിക്കേണ്ടി വരും എന്നുകൂടി അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെയും മറ്റ് പണ്ഡിതന്മാരെയും ഒക്കെ ആക്ഷേപിക്കുന്നുണ്ട്, അവഹേളിക്കുന്നുണ്ട്, കുറ്റം പറയുന്നുണ്ട്. മാത്രമല്ല സമസ്തയുടെ പേരിൽ ചില കളവുകളും ബിദ്അത്തിനെ വെളുപ്പിക്കാനുള്ള ചില ശ്രമങ്ങളും കൂടി ഇതിൻ്റെ കൂടെ നടക്കുന്നത് കൊണ്ട് അതിനെതിരെ പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. ഇവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ തികച്ചും വസ്തുതാവിരുദ്ധമാണ്, അത് പൊള്ളയായ വാദങ്ങളാണെന്ന് ബഹുമാനപ്പെട്ട MA ഉസ്താദ് മുമ്പേ തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഇവരൊക്കെ പറയുന്ന ഈ വാദങ്ങളും ബഹുമാനപ്പെട്ട MA ഉസ്താദ് മുമ്പേ പറഞ്ഞു വച്ച കാര്യങ്ങളൊക്കെ അതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. ഈ വീഡിയോയിൽ ഞാൻ കൂടുതൽ സംസാരിക്കുന്നൊന്നുമില്ല, കൂടുതലും ക്ലിപ്പുകളാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം. കണ്ടാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്താണ് വസ്തുത എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഇവർ തമ്മിലുള്ള പ്രശ്നത്തിലൊന്നും ഞാൻ ഇടപെടാറില്ല, ഇടപെടാൻ വിചാരിച്ചതുമല്ല. പിന്നെ അതിലേക്ക് നമ്മുടെ നേതാക്കന്മാരെ കൂടി വലിച്ചിഴച്ച് പഴയ കാലത്ത് നടന്ന സംഭവങ്ങളൊക്കെ കുത്തിപ്പൊക്കി വീണ്ടും പറയുമ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. ആദ്യം അബ്ദുസമദ് പൂക്കുട്ടൂർ എന്ന് പറയട്ടെ. ഒരു ബാഹ്യശക്തിയും ഇടപെട്ടുകൊണ്ടല്ല ഈ ഭിന്നതയുണ്ടായത് എന്ന കാര്യം കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും. 1. 2. കണ്ണിയത്തിനെ പോലെ മഹാനായ ശംസുലമയെ പോലുള്ള മഹാരഥന്മാരായ ആളുകൾ ഒരു കാരണവശാലും അങ്ങനെ ഒരു സ്വാധീനത്തിന് വഴങ്ങുമെന്ന വിശ്വാസം നമുക്കില്ല. ഈസൽ മുഹക്കിനും അതുപോലെ തന്നെ ശംസുലമയും സ്വീകരിച്ചൊരു നിലപാട് തെറ്റായിപ്പോയി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അവരേതെങ്കിലും ശക്തികൾക്ക് വഴങ്ങി എന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കേട്ടല്ലോ നിങ്ങൾ. പൂക്കോട്ടൂർ സാഹിബ് ആദ്യം പറഞ്ഞത് ഒരു ബാഹ്യശക്തിയും അന്നത്തെ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയുമെന്നാണ്. രണ്ടാമത് പറഞ്ഞത് കണ്ണിയത്ത് ഉസ്താദിനും ഷംസുൽ ഉലമക്കും തെറ്റുപറ്റി, അവർ ബാഹ്യശക്തിക്ക് വിധേയപ്പെട്ടു എന്ന് വിശ്വസിക്കാനും നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ബഹുമാനപ്പെട്ട MA ഉസ്താദ് തന്നെ പറയട്ടെ. MA ഉസ്താദിൻ്റെ ഒരു അഭിമുഖം മുമ്പ് നടന്നിരുന്നു, അതിൻ്റെ ചെറിയ ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. യോഗം ചേരുന്നത് ഞാൻ അറിയുന്ന സ്ഥിതിക്ക് തലേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം ലീഗ് ഓഫീസിൽ വെച്ചുള്ള തീരുമാനം നടപ്പിലാക്കാനാണ് മുഷാവറ ചേരുന്നു എന്ന് വിശ്വാസം യോഗ്യരായിരിക്കുന്ന ആൾ TC യോട് പറയുകയും അങ്ങനെ TC അവയിൽ തങ്ങളോട് സമ്മതം വാങ്ങിയിട്ട് സ്റ്റേ കൊടുത്തു എന്നാണ് എൻ്റെ അറിവ്. ഞാൻ അന്ന് നാട്ടിലില്ല, നേരിൽ ഞാൻ ബന്ധപ്പെട്ടതുമല്ല. എൻ്റെ ഒരു പത്രം മാത്രമാണ്. അല്ലാതെ കൊണ്ട് അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി മുഷാവറ ചേർന്നതേ അല്ല. മുഷാവറ വിളിച്ചത് തന്നെ ഈ ആവശ്യത്തിനാണ്, സുന്നി നിയമർത്താക്കുകയും ഏബിനെ പുറത്താക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് സ്റ്റേ കൊടുത്തത്. അതായത് നമ്മൾ കുറേ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, കണ്ണിയത്ത് ഉസ്താദിനെതിരെ കേസ് കൊടുത്തു എന്ന് പറയുന്ന, അതിനെക്കുറിച്ചാണ് തുടക്കത്തിൽ MA ഉസ്താദ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെയും മറ്റു ചിലരെയും അടുത്ത മുഷാവറയിൽ പുറത്താക്കണമെന്ന് മുസ്ലിം ലീഗിൻ്റെ ഓഫീസിൽ വെച്ച് ചർച്ച ചെയ്യുകയും
അതറിഞ്ഞ ബഹുമാനപ്പെട്ട TC ഉസ്താദ് അവേലത്ത് തങ്ങളോട് കാര്യം പറയുകയും അങ്ങനെ അടുത്ത മുഷാവറ നടക്കുകയാണെങ്കിൽ അത് സമസ്തയിൽ വലിയ പൊട്ടിത്തെറിക്ക് കാരണമാകുമെന്ന് ചിന്തിച്ച അവർ ആ മുഷാവറ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ ഒരു സ്റ്റേ കൊടുത്തു. ഈ സമയത്ത് കാന്തപുരം ഉസ്താദോ MA ഉസ്താദോ ഉള്ളാൾ തങ്ങളോ ഒന്നും നാട്ടിലില്ല, അവരൊക്കെ ഗൾഫിലാണ് ഈ സംഭവം നടക്കുമ്പോൾ. അപ്പോൾ അവരോടൊന്ന് വിളിച്ച് ചോദിക്കാനോ കത്തയച്ച് ചോദിക്കാനുള്ള സമയമൊന്നുമില്ല. അവരുടെ അസാന്നിധ്യത്തിൽ മുഷാവറ ചേരാനായിരിക്കും ഒരു പക്ഷേ അവർ തീരുമാനിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ മുഷാവറ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട TC ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ കോടതിയിൽ പോയിട്ട് സ്റ്റേ വാങ്ങി. അത് സമസ്തയിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്, അല്ലാതെ സമസ്തക്കെതിരെ കേസ് കൊടുത്തതല്ല, കണ്ണിയത്ത് ഉസ്താദിനെതിരെ കേസ് കൊടുത്തതല്ല. പക്ഷേ ഇവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ണിയത്ത് ഉസ്താദിനെതിരെ കേസ് കൊടുത്തു. ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ കാലങ്ങൾ. അപ്പോൾ ഈ കേസ് കൊടുത്തത് കാന്തപുരം ഉസ്താദാണെന്നോ ഉള്ളാൾ തങ്ങളാണെന്നോ MA ഉസ്താദാണെന്നോ ഒന്നും തെളിയിക്കാൻ ഇവർക്കൊന്നും കഴിയില്ല. കാരണം അവർ നാട്ടിലില്ലാത്ത സ്ഥിതിക്ക് അവരുടെ നിർദ്ദേശപ്രകാരമാണ്, അവരുടെ നേതൃത്വത്തിലാണ് ഈ കേസ് കൊടുത്തത് അല്ലെങ്കിൽ സ്റ്റേ കൊടുത്തതെന്ന് തെളിയിക്കാൻ ഇവർക്ക് ആർക്കും കഴിയില്ല. വെറും തൊള്ളപടായി അടിക്കാന്നല്ലാതെ ഇതൊന്നും തെളിയിക്കാൻ ഇവർക്ക് കഴിയില്ല, ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. ഇന്നത്തെ പോലെ സ്പോട്ടിൽ ഫോൺ വിളിച്ച് ചോദിക്കാനോ ഫോൺ വിളിച്ച് പറയാനുള്ള സംവിധാനമൊന്നും അന്നില്ല എന്നുള്ളത് ആർക്കും അറിയാമല്ലോ. അങ്ങനെ ആ മുഷാവറ നടക്കാത്തത് കൊണ്ട് അവിടെ പുറത്താക്കൽ നടപടി നടന്നില്ല. ആ പുറത്താക്കൽ നടപടി നടക്കാത്തത് കൊണ്ട് സമസ്തയിൽ വലിയൊരു പൊട്ടിത്തെറി സംഭവിച്ചില്ല. പിന്നീട് ഇറങ്ങിപ്പോക്കും പുനഃസംഘടിപ്പിക്കലൊക്കെ സംഭവിച്ചെങ്കിലും അതൊന്നും മുൻകൂട്ടി കാണാൻ പറ്റില്ലല്ലോ. അവർ കാണുക എന്താണ്, ഈ മുഷാവറ നടന്നാൽ സമസ്തയിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്നും അത് സംഭവിക്കാൻ പാടില്ല എന്ന് കരുതിയിട്ടാണ് അവർ കേസ് കൊടുത്തത്. പിന്നീട് യാദൃശ്ചികമായിട്ട് പല സംഭവ വികാസങ്ങളുണ്ടായും, അതിലേക്കൊക്കെ ഞാൻ കടന്നു വരാം. അടുത്ത മുഷാവറയിൽ ഇവരെ പുറത്താക്കാൻ വേണ്ടി തീരുമാനമെടുത്തത് എവിടെ നിന്നാണ്? ലീഗ് ഓഫീസിൽ നിന്നാണ്. വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട്, കൃത്യമായ റെക്കോർഡുണ്ട് അതിനൊക്കെ. അപ്പോൾ ലീഗ് ഓഫീസിൽ നിന്ന് തീരുമാനം എടുക്കുമ്പോൾ സമസ്ത മുഷാവറ അംഗങ്ങളല്ല എന്നുള്ളത് ഉറപ്പാണ്. ആരെങ്കിലും ഉണ്ടോയെന്നറിയില്ല, പുറത്തുനിന്നുള്ള ബാഹ്യശക്തികൾ അതിൽ കൂടിയിട്ടുണ്ടാവുന്നുള്ള ഏകദേശം ഉറപ്പാണ്, അതിൽ പ്രത്യേകിച്ച് സംശയിക്കാനൊന്നുമില്ല. അപ്പോൾ ബാഹ്യശക്തികളുടെ ഇടപെടൽ നടന്നിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ ആർക്ക് കഴിയൂല? അബ്ദുസ്സമദ് പൂക്കോട്ടൂന് കഴിയൂല. വെറുതെ പറയാണ്, ബോധ്യപ്പെടുത്താൻ കഴിയുന്നൊക്കെ വെറുതെ പറയാണ്, തെളിയിക്കാൻ കഴിയൂല. മുഷാവറയിൽ നിന്ന് ആരൊക്കെ പുറത്താക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ലീഗിൻ്റെ ഓഫീസിൽ നിന്നല്ലേ. ലീഗിൻ്റെ ഓഫീസിൽ ആരൊക്കെ കൂടിയിരിക്കണമെന്നുള്ളത് അവർക്കല്ല അറിയുള്ളൂ, നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇവർക്കറിയാം ബാഹ്യശക്തികൾ ആരൊക്കെ ഇതിൽ ഇടപെട്ടുകണമെന്നുള്ളത്. ഇങ്ങനൊരു തീരുമാനം എടുത്തുകൊണ്ടെന്ന് മാത്രമേ ആർക്കറിയുള്ളൂ, നമുക്കറിയുള്ളൂ, നമ്മുടെ നേതൃത്വത്തിന് അറിയുള്ളൂ. ഇനി ഇവരൊക്കെ പറയുന്നത് പോലെ ഇങ്ങനെ പുറത്താക്കാൻ മുഷാവറയിൽ നിന്നാണ് തീരുമാനം എടുത്തതെന്നുണ്ടെങ്കിൽ മുഷാവറയുടെ മിനിസിൽ അങ്ങനെ കാണൂലേ? ആ മുഷാവറയിൽ ഇവരൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവില്ലേ? അങ്ങനെ മുഷാവറയിൽ തീരുമാനം എടുത്തത് അന്ന് ഇറങ്ങിപ്പോകുന്ന ഒരാൾക്ക് അറിയൂല. പിന്നെ മുഷാവറയിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നുള്ള വാദമൊന്നും വില പോകില്ല. പിന്നെ അവസാനത്തെ മുഷാവറയിലും പുറത്താക്കാനൊരു തീരുമാനം എടുത്തിട്ടില്ല. അവിടെ ചില സംഭവവികാസങ്ങൾ ഉണ്ടായിട്ട് ഇറങ്ങിപ്പോരുകയാണ് ചെയ്തിട്ടുള്ളത്. ഇറങ്ങിപ്പോകുന്നതിന് ശേഷമാണ് പുറത്താക്കി എന്നുള്ള വാർത്ത കൊടുത്തൊന്നും തീരുമാനം എടുത്തൊക്കെ. അപ്പോൾ മുഷാവറ കൂടിയ സമയത്തൊന്നും പുറത്താക്കാൻ തീരുമാനം എടുത്തിട്ടില്ല. അതൊക്കെ പുറത്തുനിന്ന് ബാഹ്യശക്തികളുടെ ഇടപെടൽ കൊണ്ട് അവരുടെ സാന്നിധ്യത്തിൽ നടന്ന കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ ബാഹ്യശക്തി ഇടപെട്ടിട്ടില്ല എന്ന് എങ്ങനെയാണ് പറയുക? എന്തായാലും ഇവർ പുറത്താക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളാൾത്തങ്ങളെ പുറത്താക്കാൻ എന്തായാലും ഇവർ തീരുമാനിച്ചിട്ടില്ല. കാരണം ഉള്ളാൾത്തങ്ങൾ എന്ന് പറഞ്ഞാൽ അന്ന് സമസ്തയുടെ വർക്കിംഗ് പ്രസിഡൻ്റാണ്. കണ്ണിയത്ത് ഉസ്താദ് മുഷാവറയിൽ വരാറില്ലായിരുന്നു, അനാരോഗ്യം കാരണം വിശ്രമ ജീവിതത്തിലായിരുന്നല്ലോ. അപ്പോൾ അവസാന കാലത്തൊക്കെ എല്ലാ മുഷാവറയിലും അധ്യക്ഷം വഹിച്ചിരുന്നത് തങ്ങളായിരുന്നു. തങ്ങൾക്ക് വലിയ സ്വാധീനവും മുഷാവറയിലുണ്ടായിരുന്നു. അപ്പോൾ പുറത്താക്കാൻ തീരുമാനിച്ചാൽ അത് തങ്ങളെ പുറത്താക്കാൻ തീരുമാനിച്ചിട്ടില്ല. തങ്ങളെ പുറത്താക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ആരും ഇവരെ കൂടെ നിൽക്കില്ല എന്ന് അവർക്കറിയാം. കാരണം ഉള്ളാൾ തങ്ങൾ അത്രയും ബഹുമാനിക്കുന്ന ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് അന്ന് തന്നെ. എല്ലാവരും തങ്ങളെ കൂടെ അങ്ങോട്ട് പോരും. അതുകൊണ്ട് അവർ പണ്ട് മുതലേ AP പുറത്താക്കി എന്നേ പറയുള്ളൂ. പക്ഷേ പിന്നീട് അത് തങ്ങളുടെ നേതൃത്വത്തിലാണ് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ തന്നെ കാര്യങ്ങൾ കിടപ്പ് മനസ്സിലാവില്ല. ഇറങ്ങിപ്പോരാൻ കാരണം എന്താണെന്നുള്ളത് MA ഉസ്താദ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. MA ഉസ്താദിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് കാണാം. അതിനു മുമ്പ് ഇവരുടെ ആ പരിപാടിയിൽ വെച്ചിട്ട് ഓണംപള്ളി ഫൈസി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഈ 89 എന്താണ് ഈ പ്രശ്നത്തിൻ്റെ കാരണം? അതിൽ ഒന്നാമത്തെ പ്രധാന കാരണം ഇതാണ്. സമുദായത്തിൻ്റെ പൊതു പ്രശ്നത്തിൽ സമുദായം ഒന്നായി നിൽക്കുമ്പോൾ അവിടെ എല്ലാ വിഭാഗം ആളുകളുടെയും കൂടെ യോജിക്കാം എന്ന സമസ്തയുടെ തീരുമാനത്തിന് നിരാകരണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ബഹുമാനായ അബുൽ ഹസൻ അൽ നദീവ് സാഹിബ് ഇവിടെ വരുമ്പോൾ പേഴ്സണൽ ലോ ബോർഡിൻ്റെ ചെയർമാൻ എന്ന നിലക്ക് വരുമ്പോൾ കോഴിക്കോട്ട് സ്വീകരിക്കുന്നത് വലിയ തെറ്റായിപ്പോയി, ഷെയ്ഖുന ഷംസുൽമ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു തുടങ്ങുന്ന, അങ്ങനെ ഈ സമുദായത്തിൻ്റെ പൊതു പ്രശ്നത്തെ അങ്ങനെ ഒരുമിച്ചിരിക്കണം എന്ന് പറയുന്ന വാദത്തെ തെറ്റായി കണ്ട രീതിയിലേക്കാണ് ആ കാര്യം പോയത്. അതാണ് അന്ന് സമസ്ത പറഞ്ഞത്. അതാണ് സമുദായം ഒന്നായി നിൽക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ പ്രിയപ്പെട്ട അലിമിയാൻ, അതായത് അബുൽ ഹസൻ അലി നദീവ് സാഹിബ് കോഴിക്കോട് വന്ന സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന കാരണം പറഞ്ഞ് മറ്റു ചില ബാഹ്യശക്തികളുടെ പ്രേരണയാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടുണ്ടായിത്തീർന്നതാണ് അന്നത്തെ പ്രശ്നം. അപ്പോൾ ഫൈസി പറഞ്ഞത് എന്താണ്? പിളരാൻ കാരണം അബുൽ ഹസൻ നദ്വിയുടെ കൂടെ വേദി പങ്കിട്ടത് കൊണ്ടാണ്
എന്നുള്ളതാണ് ഫൈസി പറഞ്ഞത്. അതുപോലെ തന്നെ സമുദായത്തിൻ്റെ പൊതു പ്രശ്നത്തിൽ വിധേയികളുമായി യോജിച്ച് പ്രതികരിക്കാമെന്നോ ഇടപെടാമെന്നോ അതുകൂടി സമസ്ത തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് ആര് പറഞ്ഞു? ഓണംപള്ളി ഫൈസി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമസ്തയുടെ തീരുമാനം നിരാകരിച്ചത് കൊണ്ടാണ് പിളർപ്പ് സംഭവിച്ചത് എന്നും കൂടി ചേർക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും വസ്തുത ഉണ്ടോ നമുക്ക് നോക്കാം. ഇനി എം എ ഉസ്താദിൻ്റെ വീഡിയോ ഒന്ന് കാണാം, എന്തിനായിരുന്നു ഇറങ്ങി പോകുന്നതെന്നുള്ളത്. ശംസുൽ ഉലമ ശരീഅത്ത് പ്രശ്നത്തിൽ മുതലക്കുളത്ത് വെച്ച് അബുൽ ഹസൻ അലി നദവിയുടെ കൂടെ വേദി പങ്കിട്ടതാണോ സമസ്തയുടെ ഭിന്നിപ്പിന്നി കാരണം? ഒരിക്കലുമല്ല. കാരണം അത് വ്യക്തിപരമായ കാര്യമാണ്. നമ്മളത് ചർച്ച ചെയ്തിട്ട് ഭിന്നിപ്പുണ്ടാക്കേണ്ടതെന്ന് അതിന് ശേഷം ചേർന്ന മുഷാവറയിൽ ഞാനുണ്ട്. ഞങ്ങൾ തീരുമാനിച്ചതാണ്. ആ കാരണത്താലേ അല്ല. ഞങ്ങൾ ഭിന്നിച്ച് വന്നത് നേരത്തെ പറഞ്ഞ മാതിരി മിനിസ് മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് മൂപ്പര് സമ്മതം വേണം എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ദഹിക്കുകയും അത് കാരണത്താൽ ഒഴിഞ്ഞു വന്നതാണ്. അല്ലാതെ കൊണ്ട് മൂപ്പര് അവിടെ പങ്കെടുത്തത് വ്യക്തിപരമായ ഒരു കാര്യമാണ്. എന്തുകൊണ്ട്? കാരണം എന്താ വെച്ചാൽ മൂപ്പര് നേതൃത്വത്തിലുള്ള മുഷാവറയിൽ മൂപ്പര് തന്നെ അഭിപ്രായപ്പെട്ട് തീരുമാനിച്ചതാണ് ശരീഅത്ത് പ്രശ്നത്തിൽ നമ്മൾ സ്വതന്ത്രമായിട്ട് തന്നെ പ്രതികരിക്കുകയാണ് വേണ്ടത്. അതിൽ വിധേയത്തിൻ്റെ ആൾക്കാരുമായി ബന്ധപ്പെട്ടിട്ട് പോരാ. കാരണം എന്താണ്? അപ്പം പല കാര്യങ്ങളും അവർ വ്യതിയാനം വരുത്തിയത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് സമസ്തയുലമ സ്വതന്ത്രമായിട്ട് തന്നെ ശരീഅത്ത് വിഷയത്തിൽ കൈകാര്യം ചെയ്യും. വേണ്ടി വന്നാൽ ഡൽഹി പോയിട്ട് നേതാക്കന്മാരെ ബോധ്യം ഉണ്ടാക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിന് ശംസുൽ ഉലമാൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒരു കമ്മിറ്റി, അതായത് ഉള്ളാളത്തിനെയും അതുപോലെ ഏപ്പിനെയും അധികാരപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അതിൽ നിന്ന് മൂപ്പര് വ്യതിരിച്ച് അല്ലാഹുവലും ആ യാത്രയിൽ നിന്ന് മൂപ്പര് വ്യതിരിക്കുക മാത്രമല്ല, പിന്നീട് കണ്ടത് നദി വന്ന അവസരത്തിൽ സ്റ്റേഷനിൽ മണിക്കൂറുകളും കാത്തു നിന്ന് സ്വീകരിക്കുകയും ആ വേദിയിൽ പങ്കെടുക്കുകയും. വേദിയിൽ പങ്കെടുത്തത് മാത്രമല്ല, അയാൾ തബ്ലീഗ് ജമാഅത്തിൻ്റെ ആളാണെന്നുള്ള കാര്യത്തിൽ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അന്നും ഇന്നും നിഷേധിക്കാൻ കഴിയില്ല. അങ്ങനത്തെ നദീവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ മണിക്കൂറുകൾ പോയി കാത്തു നിന്നു. അല്ലാതെ വേദി പങ്കെടുക്കാൻ പല വേദിയിൽ പലരും പങ്കെടുക്കാമല്ലോ, അതുമാത്രമൊരു കാരണം ഒരിക്കലല്ല. വേദി പങ്കെടുത്തതേ അല്ല. പറയുന്നത് കള്ളത്തരം. നേരെ മറിച്ച് മൂപ്പൻ അവിടെ പോയി കാത്തു നിന്നത് ശരിയായില്ല എന്ന് മുഷാവറയിൽ എല്ലാവർക്കും അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ അത് പ്രശ്നമാക്കേണ്ട വ്യക്തിപരമായ കാര്യം എന്നുള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതിലേക്ക് അതിന് ശേഷം മുഷാവറ ചെയ്തിയും അത് ചർച്ചയാക്കാതെ ഇരിക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അക്കാരണത്താലാണ് വേർപെട്ടതെന്ന് പറയുന്നത് കള്ളത്തര. വേർപെട്ടത് കാരണം ഇതന്നെ, ഈ ഒറ്റ കാരണം. 60 കൊല്ലത്തെ നിരന്തരമായ മുഷാവറ മാറ്റി എഴുതാൻ അധികാരം വേണം. അത് അധികാരം പറ്റില്ല. ആ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇറങ്ങി വന്നു. അന്ന് 14 ഇറങ്ങി വന്നിരുന്നു. പിന്നെ അവരെ എല്ലാവരും നോക്കേണ്ടതില്ല. ഇപ്പോൾ ബാക്കിയുള്ള ഉള്ളാളും എപിയും ഹംസകളായ ഞാനും ബാക്കിയുണ്ട്. മുതലക്കുളത്ത് വെച്ച് ത്വലാഖിന് എന്തോ പ്രശ്നത്തിന് അതുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ പ്രതിഷേധത്തിൽപ്പെട്ടതാണ്. തലാഖിൻ്റെ 3 തലാഖ് ഒന്ന് ശരിയാൽ ഒന്നേ പോകുമെന്ന് പ്രസംഗിച്ചു മുജാഹിദുൽ ഇസ്ലാം. അതൊക്കെ മൂപ്പര് കേട്ടിട്ട് ഇറങ്ങാതിരിക്കുകയാണ് ചെയ്തത്. അതൊക്കെ പ്രശ്നമായിരുന്നു. പക്ഷേ ആ പ്രശ്നത്തിൻ്റെ പേരിൽ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല, അതുറപ്പാണ്. ആ പ്രശ്നത്തിൻ്റെ അതൊക്കെ മൂപ്പര് വ്യക്തിപരമായ പ്രവർത്തനം എന്നുള്ള നിലക്ക്, എന്തുകൊണ്ട് ഒരു ഭിന്നിപ്പ് വേണ്ട എന്നുള്ള നിലക്ക് തന്നെയാണ് അത് ചർച്ച ചെയ്യാതെയും അതിനൊരു നടപടി സ്വീകരിക്കുകയും ചെയ്തത്. പിന്നെ കാരണമായത് ഭിന്നിക്കാനുള്ള കാരണം ഇത് തന്നെയാണ്. അപ്പോൾ ഇറങ്ങിപ്പോകുന്നതിന് കാരണം എന്താണ്? അബുൽ ഹസൻ അലി നദ്വിയുടെ കൂടെ വേദി പങ്കിട്ടതല്ല. സമസ്ത ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ട് അത് നിരാകരിച്ചത് കൊണ്ടല്ല, മറിച്ച് മിനുട്സ് തിരുത്താൻ ശ്രമിച്ചപ്പോൾ അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ തിരുത്തുന്ന ഒരു മുഷാവറയിൽ ഇരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ്. അതൊക്കെ ഒരുപാട് പറയാനുണ്ട്. അത് എല്ലാം കൂടി പറയുമ്പോഴേക്ക് സമയം ഒരുപാടാവും. അതിലേക്കൊന്നും ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. ഞാൻ ഏതായാലും സമസ്തയുടെ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതിൽ ഇൻഷാ അല്ലാഹ് അതെല്ലാം കടന്നു വരും. എല്ലാ കാര്യങ്ങളും അതിൽ കടന്നു വരും. നിങ്ങളെല്ലാവരും കാണുക. അപ്പോൾ ആ മുഷാവറയിലോ അതിനു മുമ്പ് നടന്ന മുഷാവറയിലൊന്നും ഇവരെ പുറത്താക്കാൻ തീരുമാനം എടുത്തിട്ടില്ല എന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. അത് ലീഗ് ഓഫീസിൽ നിന്ന് ചില ബാഹ്യശക്തികളുടെ സാന്നിധ്യത്തിൽ എടുത്ത തീരുമാനമാണെന്നും ഞാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ എം എ ഉസ്താദ് കൃത്യമായിട്ട് പറഞ്ഞു മിനുട്സ് തിരുത്താൻ ശ്രമിച്ചതിൻ്റെ പേരിലാണ് ഇറങ്ങിപ്പോകുന്നത് എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം ഓണപ്പള്ളി പറഞ്ഞെന്താണ്? സമസ്ത ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത്. ഏത് തീരുമാനം? ശരീഅത്ത് വിവാദ വിഷയത്തിൽ വിധേയികളുമായി ചേർന്ന് പ്രവർത്തിക്കാമെന്നുള്ളത്. അങ്ങനെ തീരുമാനം സമസ്ത എടുത്തിട്ടില്ല. പച്ചക്കള്ളാണ് പറഞ്ഞത്. അങ്ങനെ തീരുമാനം സമസ്ത എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു മിനിറ്റ്സ് ഉണ്ടല്ലോ, അതൊന്ന് കാണട്ടെ. ഇവർ കാണിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു തീരുമാനം സമസ്ത എടുത്തിട്ടില്ല. മറിച്ച് സമസ്ത എടുത്ത തീരുമാനം എന്താണ്? ശംസുൽ ഉലമയുടെ നേതൃത്വത്തിൽ തന്നെ സമസ്ത ഈ വിഷയത്തിൽ ഒറ്റയ്ക്ക് പ്രതികരിക്കണമെന്നും അതിനുവേണ്ടി പ്രധാനമന്ത്രിയെ കാണാൻ ഒരു സമിതി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ശംസുൽ ഉലമയുടെ നേതൃത്വത്തിൽ. പക്ഷേ ചില ബാഹ്യശക്തികളുടെ ഇടപെടൽ മൂലം അതൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല, സമസ്ത എടുത്ത തീരുമാനത്തിൻ്റെ ഘടകവിരുദ്ധമായിട്ട് പിന്നീട് പ്രവർത്തിക്കുന്നതാണ് പിന്നീട് എല്ലാവരും കാണുന്നത്. ആ വിഷയത്തിൽ ഒറ്റയ്ക്ക് പ്രതികരിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് പിന്നീട് അബൂ ഹസൻ നദ്വിയെ റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് സമയം കാത്തിരുന്ന് സ്വീകരിച്ച് ആനയിച്ച് മുതലക്കുളത്ത് പോയിട്ട് സംയുക്തമായിട്ടൊരു പരിപാടി നടത്തുന്നത്. ഇത് ആ മുഷാവറയുടെ തീരുമാനത്തിന് ഘടകവിരുദ്ധമാണ്. യോജിച്ച് പ്രവർത്തിക്കാം എന്നല്ല തീരുമാനത്തിലുള്ളത്, ഒറ്റയ്ക്ക് പ്രവർത്തിക്കാം എന്നുള്ളതാണ്. മുഷാവറയുടെ തീരുമാനത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചത് ശംസുൽ ഉലമ എടുത്ത തീരുമാനമാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ശംസുൽ ഉലമ അത്രയും വലിയൊരു പണ്ഡിതനായിരുന്നു, മഹാനായിരുന്നു. ചില ബാഹ്യശക്തികളുടെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് സമസ്തയുടെ തീരുമാനത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ബഹുമാനപ്പെട്ട എം എ ഉസ്താദിൻ്റെ
പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ വായിക്കാം. ഈ പുസ്തകത്തിൽ 120-ാമത്തെ പേജിൽ മുസ്ലിങ്ങൾക്കിടയിൽ ശരീഅത്ത് നിയമത്തെ തകിടം മറിച്ച് ഏക സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള നിർദ്ദേശം സ്വാഭാവികമായും ചർച്ചയ്ക്ക് വിധേയമായി തീർന്നു. അതേക്കുറിച്ച് മുഷാവറയിൽ ചർച്ച ചെയ്തപ്പോൾ ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ, അതായത് ഷംസുൽ ഉലമയുടെ നേതൃത്വത്തിൽ തന്നെ ഇപ്രകാരം തീരുമാനമുണ്ടായി. ഭാഗികമായോ പൂർണ്ണമായോ ശരീഅത്ത് നിയമങ്ങളിൽ ഭേദഗതി വരുത്തിക്കൊണ്ടിരിക്കുന്ന നവീനവാദികളുമായി കൂട്ടുചേർന്ന് പ്രവർത്തിക്കുന്നത് അർത്ഥശൂന്യമാണ്. നവീനവാദിയുമായി കൂട്ടുചേർന്ന് ഈ വിഷയത്തിൽ പ്രവർത്തിക്കുന്നത് അർത്ഥശൂന്യമാണെന്നുള്ളത് ആ മുഷാവറയിൽ വന്ന അഭിപ്രായങ്ങളാണ്. ഷംസുൽ ഉലമയുടെ നേതൃത്വത്തിലുള്ള അഭിപ്രായമാണത്. അതിനാൽ അത്തരക്കാരുമായി കൂട്ടുചേരാതെ സമസ്ത സ്വന്തമായി പ്രതിഷേധിക്കേണ്ടതാണ്. ഇതായിരുന്നു തീരുമാനം. തീരുമാനത്തിൻ്റെ വെളിച്ചത്തിൽ വിഷയം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു നേരിൽ ബോധ്യപ്പെടുത്താനും നീതിപീഠത്തിൻ്റെ പുതിയ നീക്കത്തിൽ പ്രതിഷേധമറിയിക്കാനും നിവേദനം നൽകാനും തീരുമാനിക്കുകയുണ്ടായി. അതിനായി സെക്രട്ടറി ഇ കെ, ജോയിൻറ്റ് സെക്രട്ടറി AP, വൈസ് പ്രസിഡന്റ് ഉള്ളാൽ തങ്ങൾ എന്നിവരെയും അധികാരപ്പെടുത്തി. ഈ 3 പേരാട്ടോ ഈ വിഷയത്തിൽ സമസ്തക്ക് പ്രതികരിക്കാൻ വേണ്ടി സമിതി രൂപീകരിച്ചത്. അവരാണ് ചുമതലപ്പെടുത്തിയത്. സമസ്തയുടെ ശബ്ദം അഖിലേന്ത്യാ തലത്തിൽ ഉയർത്തുകയായിരുന്നു അതിൻ്റെ ലക്ഷ്യം. അതിനുള്ള പരിപാടി ഓഫീസിൽ നിന്ന് തയ്യാറാക്കുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ ആ ഇടക്കാണ് ആദ്യം ഉറച്ച കോൺഗ്രസ്സുകാരനും പിന്നീട് അഖിലേന്ത്യാ ലീഗിൻ്റെ വക്താവും MDP സ്ഥാപിക്കുമ്പോൾ അതിന് പച്ചക്കൊടി കാണിച്ച നേതാവുമായ ജനറൽ സെക്രട്ടറിയുടെ, അതായത് ഷംസുൽ ഉലമയുടെ മേരിക്കുന്നിലെ വീട്ടിൽ സുലൈമാൻ സേട്ടുവും PM അബൂബക്കറും ഉൾക്കൊള്ളുന്ന മുസ്ലിം ലീഗ് പ്രതിനിധി സംഘം ചെന്നു കണ്ടതായി കേൾക്കാൻ കഴിഞ്ഞത്. ഏതായാലും സെക്രട്ടറി പ്രസ്തുത ഡൽഹി യാത്രയിൽ നിന്ന് പിരിഞ്ഞതോടെ പ്രസ്തുത തീരുമാനം തകിടം മറിയുകയായിരുന്നു. ലീഗിലെ മുജാഹിദ് വിഭാഗത്തിൻ്റെ നിഗൂഢ ചെയ്തികളായി അവയെ വിലയിരുത്താം. ആ ബാഹ്യശക്തികളെക്കുറിച്ചാണ് ഇത് പറഞ്ഞത്. ലീഗിലെ മുജാഹിദ് വിഭാഗത്തിൻ്റെ നിഗൂഢ ചെയ്തികളായി ഇതിനെ വിലയിരുത്താം എന്നുള്ളത് അന്നേ പറയുന്നുണ്ട്. ഇത് ഏത് കാലത്ത് എഴുതിയാന്ന് പറയുക ഇതൊക്കെ ഈ പുസ്തകം അന്നേ പറയുന്നുണ്ട് ബാഹ്യശക്തികളുണ്ടെന്നുള്ളത്. ഇത് എപ്പിസ്താദിൻ്റെ കയ്യിൽ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കല്ലേ? അന്നേ ഇവർക്കൊക്കെ ഈ അഭിപ്രായമുണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല. അതിന് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്ന സെക്രട്ടറിയുടെ വ്യതിയാനത്തിൻ്റെ തുടക്കം പിന്നീട് കാണാനിടയായി. ഈ ദുഃഖം ഹൃദയത്തിൽ കടിച്ചിറക്കേണ്ട ഗതികേടിലായിരുന്നു പിന്നെ സുന്നി പ്രവർത്തകരെന്ന് രേഖപ്പെടുത്താതെ നിർവാഹമില്ല. ഒരു നിർവാഹമില്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ പറയേണ്ടി വന്നത്, ഇതിൽ രേഖപ്പെടുത്തേണ്ടി വന്നത് എന്നാണ് എം ഉസ്താദ് പറയുന്നത്. ഡൽഹി യാത്രയിൽ നിന്ന് പിൻവലിയുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്, തുടർന്ന് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എന്ന പേരിൽ വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ പ്രവർത്തകർ കേരളത്തിൽ സന്ദർശനത്തിന് എത്തിച്ചേരുമ്പോൾ കോഴിക്കോട് സ്റ്റേഷനിൽ അവരെ സ്വീകരിക്കാൻ സെക്രട്ടറി മണിക്കൂറുകളോളം കാത്തു നിൽക്കുകയും മുജാഹിദുൽ ഇസ്ലാം, അബുൽ ഹസൻ അലി നദ്വി എന്നീ ബിദഈ നേതാക്കളെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുകയും ചെയ്ത റിപ്പോർട്ട് കൂടി പത്രത്തിൽ പ്രധാന വാർത്തയായി പ്രസിദ്ധീകരിച്ചുകൊണ്ട് മുഷാവറ മെമ്പർമാർ അത്ഭുതപ്പെടുകയായി. പത്രത്തിൽ വന്ന കാര്യട്ടത് നുണ പറയല്ല. ഇങ്ങനെ ചന്ദ്രികാ പത്രത്തിൽ വന്നിട്ടുണ്ടെന്നുള്ളത് പരസ്യമായിട്ട് എഴുതി വെക്കണമെങ്കിൽ അതിൽ വസ്തുത ഇല്ലാതിരിക്കില്ല. വെറുതെ കളവ് എഴുതി വെച്ചാൽ ഇതിനെതിരെ കേസ് വരും. അപ്പോൾ അത് പച്ചക്കള്ള എഴുതി വെച്ചതാണെന്ന് ആരും പറയാൻ നിൽക്കണ്ട. മുബത്തദീവുകളുടെ പേടി സ്വപ്നമായി അറിയപ്പെടുകയും അവരെ തടഞ്ഞു നിർത്താൻ ഞങ്ങളുടെ എല്ലാം മുമ്പിൽ വഴികാട്ടിയായി നീങ്ങുകയും ചെയ്ത നേതാവിൻ്റെ ഒരു സുപ്രഭാതത്തിലെ ഈ മാറ്റം വേദനയോടെ ഞങ്ങൾക്ക് കാണേണ്ടി വന്നു. അവരോടൊപ്പം മുതലക്കുളത്ത് വേദി പങ്കിടുക മാത്രമല്ല, 3 തൊലാക്ക് ഒന്നിച്ചു ചൊല്ലിയാൽ 1 തൊലാക്ക് മാത്രമേ നടക്കുകയുള്ളൂ എന്ന നവീനവാദം സ്റ്റേജിൽ വെച്ച് ഒരു ബിദഈ നേതാവ് പ്രസംഗിച്ചപ്പോൾ സ്റ്റേജിൽ നിന്ന് ഉരുവിടാൻ മുതിരാതെ ശ്രവിച്ചിരിക്കുകയും ചെയ്തത് മഹാത്ഭുതമായി സുന്നികൾ വീക്ഷിക്കുകയുണ്ടായി. ഇതൊക്കെ നടന്ന സംഭവങ്ങൾ, അതിനെക്കുറിച്ചൊന്നും അവരാരും ഒരു അക്ഷരം പറയില്ല കേട്ടോ. അനന്തരം നടന്ന മുഷാവറയിൽ പ്രസ്തുത വിഷയം ചർച്ചയ്ക്ക് വന്നെങ്കിലും രാഷ്ട്രീയ തിമിരം ബാധിച്ച ഭൂരിപക്ഷം അതിനെ ന്യായീകരിക്കാൻ മുതിരുകയും അത് വ്യക്തിപരമായ പ്രവൃത്തിയായി ന്യായീകരിക്കുകയാണ് ഉണ്ടായത്. ഒരു പിളർപ്പ് ഭയന്നുകൊണ്ട് ഞങ്ങളെല്ലാം മൗനം വീക്ഷിക്കേണ്ടി വന്നു. അതായത് ആ പ്രശ്നത്തിൻ്റെ പേരിൽ പിളർപ്പ് സംഭവിച്ചിട്ടില്ല. ആ പ്രശ്നം ചർച്ച ചെയ്തു, പക്ഷേ വ്യക്തിപരമായ കാരണം കൊണ്ട് പിളർപ്പിനെ ഭയന്ന് അവരൊക്കെ എന്ത് ചെയ്ത് മിണ്ടാതിരുന്നു. അതാണ് വസ്തുത. ഈ ഓണംപള്ളി ഫൈസി പറഞ്ഞതുപോലെ ആ പ്രശ്നം കൊണ്ടല്ല പിളർന്നത്. ഇതെല്ലാം കൃത്യമായിട്ടുള്ള റെക്കോർഡാണ്, ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. MA ഉസ്താദിനെ പോലുള്ള ഒരാൾ ഇത്തരത്തിൽ പുസ്തകം എഴുതണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അവിടുന്ന് ഇവിടുന്ന് കേട്ടതും കണ്ടതൊന്നും വെറുതെ എഴുതി വെക്കുന്ന ആളല്ല MA ഉസ്താദ്. MA ഉസ്താദിനെ കുറിച്ച് കൂടുതൽ അറിയുന്ന ആളുകൾക്കറിയാം. അപ്പോൾ ഈ വസ്തുതകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ടാകുമ്പോൾ ബാഹ്യശക്തികൾ ഇടപെട്ടിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന് വലിയ വാക്കിൽ പറയുന്നുണ്ടല്ലോ അബ്ദുസമദ് പൂക്കോട്ടൂർ. എന്തടിസ്ഥാനത്തിലാണ് ബാഹ്യശക്തികൾ ഇടപെട്ടിട്ടില്ല എന്നുള്ളത് നിങ്ങളും തെളിയിക്കും. അതന്നെ നമുക്ക് വേണ്ടത്. അപ്പോൾ ഓണംപള്ളി ഫൈസി പറഞ്ഞത് പച്ചക്കള്ളാണെന്ന് വ്യക്തമല്ലേ? സമസ്തയിൽ തീരുമാനമെടുത്തതാണ് ഒറ്റയ്ക്ക് പ്രതികരിക്കാൻ. അതിനെ ലംഘിച്ചത് ആരാണെന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഓണംപള്ളി ഫൈസി പറഞ്ഞത് പച്ചക്കള്ളാണ്, അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞതും പച്ചക്കള്ളാണ്.
അന്ന് സംസ്ഥയിലെടുത്ത ഈ തീരുമാനം ലംഘിച്ചതിനെ ന്യായീകരിക്കാൻ വേണ്ടി വെറുതെ സംസ്ഥയുടെ പേരിൽ പച്ചക്കള്ളം പറയണ്ട. അന്നത്തെ മിനിറ്റ്സെങ്കിലും ഒന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവൂലേ? അന്ന് ഇറങ്ങിപ്പോകുന്ന ആളുകൾ പറയുന്നു മിനിറ്റ്സ് തിരുത്താൻ ശ്രമിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത്. എന്നാൽ അത് എവിടെ നിന്നൊക്കെയോ കേട്ട നിങ്ങൾ പറയുന്നു അബുൽ ഹസൻ നദ്വിയുടെ കൂടെ വേദി പങ്കിട്ടതുകൊണ്ടാണ് പിളർന്നതെന്ന്. അപ്പോൾ ആര് പറയുന്നത് നമ്മൾ വിശ്വസിക്കേണ്ടത്? അനുഭവിച്ച ആളുകളല്ലേ. പിന്നെ ഓണംപള്ളി ഫേസി ഈ അബുൽ ഹസൻ നദ്വിയെക്കുറിച്ച് പറയുന്നത് എന്താണ്? ബഹുമാന്യനായ പ്രിയപ്പെട്ട, എന്തൊരു സ്നേഹമാണ്, എന്തൊരു ആദരവാണ്, ഒരു ബിദഈ നേതാവാണ്. ഇതാണോ നിങ്ങളുടെ സുന്നത്ത് ജമാഅത്ത്? വെറുതെ അല്ലല്ലോ മറ്റവരെ നിങ്ങളെ സുഹാബി എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ എന്ത് സുന്നത്ത് ജമാഅത്താണ്? ബിദഅത്തിൻ്റെ വലിയൊരു നേതാവിനെ ബഹുമാന്യനായ പ്രിയപ്പെട്ട ആദരപൂർവ്വം കൊണ്ട് വിളിക്കുന്നത് കാണുമ്പോൾ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് ഓർമ്മ വരുന്നത്. ബിദഈകളെ ഇത്തരത്തിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്തിട്ട് അവർക്ക് ദീൻ പൊളിക്കാൻ അവസരം കൊടുത്താൽ അള്ളാഹുവിൻ്റെ ശാപം നിങ്ങൾക്കുണ്ടാവും എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അബ്ദുൽ സമദ് പൂക്കൂട്ടൂർ പറഞ്ഞ രണ്ടാമത്തെ കാര്യം,